അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സീക്വൻസസ് എന്താണെന്ന് പഠിച്ചിരിക്കണം. നോക്കാം. ഞാൻ കുറച്ച് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എഴുതാവേ. സേ 1 2 3 4 5 ഇങ്ങനെ ഒരു ലിസ്റ്റ്. 1 3 5 7 9 ഇങ്ങനെ പോകുന്ന ഒരു ലിസ്റ്റ്. പിന്നെ ഒരു 1 4 9 16 25 ഇങ്ങനെ പോകുന്ന ഒരു ലിസ്റ്റ്. ഈ എല്ലാ ലിസ്റ്റുകളെയും നമ്മൾ സീക്വൻസസ് ഓഫ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലാ ലിസ്റ്റിലും ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ശരി, നമുക്ക് ഫസ്റ്റ് ലിസ്റ്റ് എടുത്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഈ 1 + 1 ആണ് 2. ഈ 2 + 1 ആണ് 3, അതായത് തേർഡ് ഡിജിറ്റ്. അങ്ങനെ ആ 3 + 1 ആണ് 4th ഡിജിറ്റ്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലായി. പ്രീവിയസ് നമ്പറിലേക്ക് +1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നതെന്ന് മനസ്സിലായി. സോ ഇതിലത്തെ പാറ്റേൺ എന്താണ്? 1 3 5 7 9. ഈ 1 + 2 ആണ് 3. 3 + 2 ആണ് 5. ഈ 5 + 2 ആണ് 7. 7 + 2 ആണ് 9. അങ്ങനെ പോകും. അപ്പോൾ പ്രീവിയസ് നമ്പറിലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുന്നത്. അതാണ് ഇതിലത്തെ പാറ്റേൺ. ഇതിലത്തെ പാറ്റേൺ എന്താണ്? 1 എന്താണ്? 1 1ൻ്റെ തന്നെ സ്ക്വയർ ആണല്ലോ. 4 2ൻ്റെ സ്ക്വയർ. 9 3യുടെ സ്ക്വയർ. 16 4ൻ്റെ സ്ക്വയർ. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് ഈ ലിസ്റ്റിലുള്ള എല്ലാ നമ്പേഴ്സും. അതാണ് ഇതിൻ്റെ പാറ്റേൺ. സോ എല്ലാ ലിസ്റ്റുകൾക്കും പാറ്റേൺ ഫോളോ ചെയ്യുന്ന ലിസ്റ്റുകളെയാണ് നമ്മൾ സീക്വൻസസ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ സീക്വൻസിൽ ഒക്കർ ചെയ്യുന്ന ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടേംസ്. ടേംസ് എന്താണ് അപ്പം? ദി വേരിയസ് നമ്പേഴ്സ് ഒക്കറിങ് ഇൻ ദിസ് സീക്വൻസ്. സോ നമ്മൾ ഓരോ സീക്വൻസത്തെയും നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. A1 A2 A3 അപ് ടു AN. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, A3 തേർഡ് ടേം, അങ്ങനെ പോയി AN എന്ന് പറഞ്ഞാൽ nth ടേം വരെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സീക്വൻസ് 1 2 3 4 5 എന്നുള്ളൊരു സീക്വൻസ് എടുക്കുമ്പം A1 എന്താണ്? ഇതിൽ 1 ആണ്. A2 2, A3 3, അങ്ങനെ പോകും. ഇതിൽ AN എന്തായിരിക്കും? n ആയിരിക്കും. കാരണം ഈ സീക്വൻസ് കണ്ടോ, ഈ സീക്വൻസ് A1 1 ആണ്, A2 2 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ തന്നെയാണ് നമ്മുടെ ആൻസറിലും വരുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ സബ്സ്ക്രിപ്റ്റിലത്തെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഈ വാല്യൂ മാറിക്കൊണ്ടിരിക്കും, ടേമിൻ്റെ വാല്യൂ. സോ AN തന്നെയാണ് n. അതൊരു സ്പെഷ്യൽ കേസ്, ഈ ഒരു കേസിൽ മാത്രം. അങ്ങനെ ANൻ്റെ വാല്യൂ ഡിഫറെൻറ്റ് കേസസിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ജനറൽ ടേം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ജനറൽ ടേം എന്താണെന്ന് നോക്കാം. nth ടേം ഇസ് ദ നമ്പർ അറ്റ് ദി nth പൊസിഷൻ ഓഫ് ദ സീക്വൻസ്. നമ്മൾ കണ്ടു. ആൻഡ് ഇറ്റ് ഈസ് ഡെനോട്ടഡ് ബൈ AN. AN എന്താണ്? nth ടേം ആണ് AN, വിച്ച് ഈസ് അറ്റ് ദി nth പൊസിഷൻ ഓഫ് ദി സീക്വൻസ്. ഈ nth ടേമിനെയാണ് നമ്മൾ ജനറൽ ടേം എന്ന് വിളിക്കുന്നത്. ഈ ANനെയാണ് നമ്മൾ ജനറൽ ടേം എന്ന് വിളിക്കുന്നത്. ANൽ എന്നിൻ്റെ വാല്യൂ മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ടേംസിൻ്റെ വാല്യൂസ് കിട്ടും. അതായത് നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ നോക്കിയ സീക്വൻസസ് എല്ലാം നോക്കാം. ഫസ്റ്റ് സീക്വൻസ് എന്തായിരുന്നു? A1 1, A2 2, A3 3, A4 4. അങ്ങനെ AN എന്തായിരുന്നു? അതിൽ n ആയിരുന്നു. ആ സീക്വൻസ് ഏതാ? 1 2 3 4 അപ് ടു n. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് ഇത് നോക്കാം. നമ്മളുടെ ഈ ഓഡ് നമ്പേഴ്സിൻ്റെ കളക്ഷനുള്ള സീക്വൻസ് 1 3 5 7 9 അങ്ങനെ പോകുന്നു. സോ A1 ഇതിൽ 1 ആണ്, A2 3 ആണ്, പക്ഷേ A3 5 ആണ്, A4 ആകുമ്പോഴത്തേക്കും 7 ആയി, A5 9 ആയി. അപ്പോൾ നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ AN എന്താണെന്നറിയോ? AN 2n - 1 ആണ്. നോക്കാം. A1
ഈ ഇക്വേഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 times 1 minus 1 1 തന്നെ. A2 2 times 2 minus 1 3 വരും. A3 2 times 3 minus 1 5 തന്നെ വരും. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ. തേർഡ് എക്സാം നോക്കുമ്പം നമുക്ക് 10 20 30 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് നോക്കാം. 40 അങ്ങനെ പോകുന്നു. A1 10 ആണ്, A2 20 ആണ്, A3 30 ആണ്. അപ്പോൾ AN എന്തായിരിക്കും? AN 10 times n ആയിരിക്കും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് അത് തന്നെ കിട്ടും. 10 times 1 തന്നെയാണ് 10. A2 10 times 2 20 ആണ്. A3 10 times 3 30 തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ജനറൽ ടേം. ഇനി നമ്മൾ നമ്മുടെ ഫോർത്ത് എക്സാം നോക്കുമ്പം 2 4 8 അങ്ങനെ പോകുന്നൊരു സീക്വൻസ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? A1 is 2, A2 is 4, A3 is 8. AN എന്തായിരിക്കും? ഇതെല്ലാം 2ൻ്റെ സ്ക്വയേഴ്സാണ്. 2ൻ്റെ സ്ക്വയേഴ്സ് അല്ല, 2ൻ്റെ പവേഴ്സാണ്. സോ ഇത് 2 സ്ക്വയറാണ്. 8 എന്താ? 2 raised to 3 ആണ്. അപ്പോൾ AN എന്തായിരിക്കും? 2 raised to n ആയിരിക്കും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇത്ര എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ ആയി സീക്വൻസ് എന്താണെന്ന്. അപ്പോൾ നമുക്കൊരു ജനറൽ സീക്വൻസ് നോക്കാം. നമ്മളൊരു ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് ഉണ്ട്. ഒരു റെക്കറൻസ് റിലേഷൻ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണത്. ഒരു വിസിബിൾ പാറ്റേൺ ഒന്നും ഈ സീക്വൻസിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ കണ്ടീഷൻസ് ഇതാണ്: A1 equal to A2 equal to 1 ആൻഡ് A3 is equal to A1 plus A2. ഈ രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഫിബൊനാച്ചി സീരീസ് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീരീസാണ് കിട്ടുക: 1 1 A1 equal to A2 equal to 1. പിന്നെ A3 തൊട്ട് A1 plus A2. ഓക്കെ, A3 A1 plus A2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും A3 1 plus 1 2 ആണ്. ഇതിൻ്റെ ജനറൽ ടേം എങ്ങനെയാണെന്ന് അറിയോ? AN equal to AN minus 2 plus AN minus 1 for all n greater than 2. ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ A4 എന്താകും? A4 എന്ന് പറഞ്ഞാൽ A3 plus A2 ആവും, അതായത് 3. A5 എന്താകും? A4 plus A3 3 plus 2 5 കിട്ടും. അങ്ങനെ പോകുന്ന ഒരു സീക്വൻസാണ് ഫിബൊനാച്ചി സീരീസ് എന്നാണ് ഇതിനെ പറയുക. ഇതൊരു സ്പെഷ്യൽ സീക്വൻസ് ആണ്. നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ജനറൽ ടേമിൻ്റെ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ബാക്കി ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ഈ സെക്ഷനിൽ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഡെഫിനിഷനും അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാനും എല്ലാം വ്യക്തമായിട്ട് പഠിക്കും.